കേരളത്തിലും ബംഗാളിലും വ്യവസായം നശിപ്പിച്ചത് കമ്മ്യൂണിസമാണ് എന്ന് നിർമ്മല സീതാരാമൻ, നമ്മുടെ കേന്ദ്ര ധനമന്ത്രി, ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നു. അവർ നോക്കുകൂലിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. എന്താണ് ഇതിൽ നിർമ്മല പറയുന്നതിൽ വാസ്തവമുണ്ടോ? വാസ്തവത്തിൽ ഈ വ്യവസായം ബംഗാളിലും കേരളത്തിലും തകർന്നത് എങ്ങനെയാണ്? ഈ ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരണം അതിന് വഴിമരുന്നിട്ടിട്ടുണ്ട്. ഭാഗികമായി ശരിയാണ്. വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് വെച്ചാൽ കേരളത്തിന് പറയാൻ വൈദ്യുതി പ്രതിസന്ധിയായിരുന്നു പലതും. പിന്നെ കേരളം അതിൻ്റെ വിഭവങ്ങൾ കൂടുതലായിട്ടും ഈ പറയുന്നതിൻ്റെ സാമൂഹ്യ സൂചികകളുടെ വളർച്ച, അതായത് സോഷ്യൽ ഇൻഡൈസസ് എന്ന് പറയും, ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ ചിലവഴിച്ചു. ഒരു തിരശ്ചീനമായ വളർച്ചാ രീതിയാണ് കേരളം കൈക്കൊണ്ടത്. എന്നാൽ ഗുജറാത്തൊക്കെ ഒരു ലംബമായ രീതിയാണ്, ബിസിനസ്സിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആളുകൾ ആരോഗ്യരംഗത്ത് ഭയങ്കര പുരോഗതിയാണ്. നമ്മൾ യൂറോപ്പിലെ ഏറ്റവും അഡ്വാൻസ്ഡ് രാജ്യങ്ങൾക്ക് തുല്യമാണ്. വിദ്യാഭ്യാസം, നിങ്ങൾക്ക് മോൻ്റെ വിദ്യാഭ്യാസം വല്ല ചിലവുണ്ടോ? ഇല്ലല്ലോ. അവൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഗവൺമെൻറ് സ്കൂൾ വലിയ ചിലവില്ലല്ലോ. അല്ല, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണല്ലോ. പക്ഷേ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും അതല്ല. അപ്പം അവരെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പൈസക്കാര മക്കൾ വലിയ സ്കൂളുകളിൽ പഠിക്കും. രാജസ്ഥാനം പല സ്കൂളുകൾ പോലും ഇല്ല. അപ്പം നമ്മൾ ആ ഒരു മേഖലയ്ക്ക്, അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിലെല്ലാം സ്റ്റാഫുണ്ട്, അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. ഇതിനൊക്കെ പൈസ വേണ്ടേ? അപ്പോൾ നമ്മൾ വികസനം ഓരോ മലയാളിക്ക് എത്തുന്ന രീതിയിലാണ് നമ്മുടെ മാറി വന്ന ഗവൺമെൻറ്റുകൾ അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എവിടെയും ചില തട്ടിപ്പുകളുണ്ടാകുന്ന ചില തട്ടിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. എങ്കിൽ പോലും പൊതുവെ അങ്ങനെയാണ്. അതെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് തട്ടിച്ചതുമാണ്. മനസ്സിലായില്ലേ? മാറി ഭരിച്ചവർക്കെല്ലാം മാറി മാറില്ല, പുറത്തു നിൽക്കുന്നതും തട്ടുണ്ട്. ആദിവാസി മേഖലയിൽ വലിയ രീതിയിലുള്ള ഫണ്ട് വൈമാറ്റം ചെയ്യുന്നൊക്കെ ഉണ്ട്, തട്ടിപ്പ് നടക്കുന്നുണ്ട്. എന്താ ഇവിടെ വേറെ പുറത്തു കൊണ്ടുവരാൻ എന്തൊക്കെ വഴികളുണ്ട്? ഭരണം മാത്രമല്ലല്ലോ, എന്താ കൊണ്ടുവരാത്ത പ്രസ്താവനയിൽ ഒതുങ്ങി പോവല്ലേ. അതുകൊണ്ട് ഭരിക്കുന്നവരും ഭരിക്കാത്തവരും, ഒരു കാലത്തും ഭരിക്കാത്തവർക്കും ഒക്കെ ഇതിൽ പങ്കുണ്ട്, അങ്ങനെ ഉള്ള കുഴപ്പങ്ങൾക്ക്. അപ്പം മലയാളി അങ്ങനെ ആ രീതിയിൽ സോഷ്യൽ ഇൻഡൈസസിന് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ വ്യവസായികൾക്ക് ആവശ്യമായിട്ട് ഫ്രീ ബീസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രീ ബീസ്, അപ്പോൾ തമിഴ്നാടൊക്കെ ഇഷ്ടം പോലെ, ഗുജറാത്തൊക്കെ ഇഷ്ടം പോലെ ഫ്രീ ബീസ് കൊടുത്തു. അപ്പോൾ അവർ ബിസിനസ് അങ്ങോട്ട് മാറ്റി. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ ഇവിടെ ഭയങ്കര പവർക്കട്ടായിരുന്നു. ആ കായംകുളം പവർ സ്റ്റേഷൻ വരുന്നവരെ 3 മണിക്കൂറൊക്കെ, നമ്മൾ SSLC പഠിക്കുമ്പോൾ 3 മണിക്കൂറൊക്കെ ആയിരുന്നു കട്ട്. ഇതൊരു ഘടകമായിരുന്നു. തമിഴ്നാട്ടിലും പവർ കട്ട്. പക്ഷേ വ്യവസായ മേഖലയിൽ ഇല്ല. വ്യവസായ മേഖല അവർ പവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ മൊത്തം കട്ടായിരുന്നു. അവിടെ ചില വ്യവസായ പോക്കറ്റുകളുണ്ടായിരുന്നു, അവിടെ ഫുൾ ടൈം കറണ്ട് കിട്ടുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോഴും കട്ടുണ്ട്, പക്ഷേ അത് സാധാരണക്കാരെ നെഞ്ചത്തുള്ളൂ. ഇവിടെ കട്ടിൻ്റെ എല്ലാവരും നെഞ്ചത്തും ഉണ്ട്. ഇതൊക്കെ ആയിരുന്നു പ്രശ്നം. അപ്പം ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ, നമ്മളെ വികസന മാതൃകയുടെ ഗുണമെന്ന് വെച്ചാൽ എവിടെ പോയാൽ നിങ്ങൾ മലയാളികളെ കാണാൻ പറ്റും. അവരെല്ലാം ബെറ്റർ പൊസിഷനിലുമാണ്. അത് വെച്ചാൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇവിടെ വലിയ ഉന്നത ജാതിക്കാരോ ഭയങ്കര സമ്പന്നരുടെ മക്കളോ മാത്രമല്ല, ഇവിടെ താഴെത്തട്ടിലുള്ളവൻ്റെ മക്കളും താഴ്ന്ന ജാതിക്കാരൻ്റെ മക്കളും ഒക്കെ തന്നെയാണ് പല മേഖലകളിൽ ഉയർന്ന രംഗത്ത് നിൽക്കുന്നത്. ഇതിലെ മലയാളി, ഇപ്പോൾ ദളിത് നമ്മളെടുത്ത് മലയാളിയായ ഒരു ദളിതനുള്ളതിനത്ര ആത്മാഭിമാനം നിങ്ങളിപ്പോൾ ദളിത് ആക്ടിവിസത്തിൻ്റെ കേന്ദ്രം മഹാരാഷ്ട്ര അല്ലേ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ദളിതരുടെ വിഷയങ്ങൾ ഒരുപാട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അത് വേറെ കാര്യം. അപ്പം ഇതുകൊണ്ടാണ് നമ്മുടെ വികസന മാതൃക, ഈ വികസന മാതൃക തന്നെയാണ് നമുക്ക് നല്ലത്. അതുകൊണ്ടാണ് സാധാരണക്കാരന് നിൽക്കാൻ പറ്റും. നിങ്ങളെ മോനെ നിങ്ങൾ വല്ല അൺഎയ്ഡഡ് സ്കൂളും പഠിപ്പിക്കേണ്ടി വരും. അൺഎയ്ഡഡ് സ്കൂളിൽ ഒരു ടേമിൻ്റെ ഫീ ഏതാണ്ട് 24,000 രൂപയാണ്. ഏതാണ്ട് അതിന് തത്തുല്യമായ ഫെസിലിറ്റീസ് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണത്. അതുപോലെ നമ്മൾ ഇപ്പം മധ്യപ്രദേശിലൊന്നും ഇങ്ങനെയുള്ള അഴിമതിയൊക്കെ നടക്കാൻ കാരണം അവിടെ ഗവൺമെൻറ് സെക്ടറിൽ ജോലി ഇല്ല. ഇപ്പോൾ ഒക്കെ കോൺട്രാക്റ്റാണ്. നമ്മളിപ്പോഴും ഗവൺമെൻറ് സെക്ടർ വലിയ ജോബ് പ്രൊവൈഡറാണ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ്. പിന്നെ ഓഫ് കോഴ്സ് ട്രേഡ് യൂണിയൻസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയും സർവൈവ് ചെയ്ത് പോകാൻ നിൽക്കുമ്പോൾ ഈ ഭയങ്കര കൂലി ചോദിച്ചു അനാവശ്യമായിട്ടുള്ള സമരങ്ങൾ, ആർക്കൊന്ന് നേതാവായി വരാനുള്ള സമരങ്ങൾ, അത് കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങി വെച്ച് ബാക്കിയുള്ളവർ ഏറ്റെടുത്തു. ഇപ്പം നോക്കൂലി തന്നെ അവർ പറഞ്ഞല്ലോ. പിണറായി വിജയനോടുള്ള എനിക്കുള്ള ബഹുമാനതാണ്. ഇത് കൺട്രോൾ ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാർക്കേ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ നാട്ടിൽ ഭയങ്കര വ്യാജമദ്യത്തിൻ്റെ കേന്ദ്രമായിരുന്നു. കോഴിക്കോട്, ബാലുശ്ശേരി, കണ്ണാടിപ്പുരി കേട്ടിട്ടുണ്ടോ? കോഴിക്കോട് നോക്കിയതല്ലേ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കേട്ട വീരകഥകൾ, എക്സൈസിനെ വെട്ടിച്ച് രാത്രി അവിടെ ചില ആളുകളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, ഇവരെങ്ങനെ മദ്യം കടത്തി എന്നുള്ളതാണ് പിറ്റേന്ന് ആ ഏരിയയിൽ നിന്ന് വരുന്ന പിള്ളേർ നമ്മളോട് പറയും. അപ്പോൾ ഞങ്ങളൊക്കെ ജീപ്പിലായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടത്. അപ്പോൾ ഈ രാത്രി മദ്യം കൊണ്ടുവന്ന ജീപ്പിലാണ് പകൽ നമ്മൾ പോവുക. അപ്പോൾ ആ വണ്ടിയിൽ പോകാൻ നമുക്ക് ഭയങ്കര താല്പര്യം. ഞാനൊരു ജെയിംസ് ബോണ്ടിൻ്റെ കാറ് പോലുള്ള ജീപ്പായിരിക്കും. കാരണം രാത്രി ഈ പറയുന്ന എക്സ്പെഡീഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ അത് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് തന്നെയായിരുന്നു പ്രധാനമായിട്ടും. അവിടെ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ്സുകാർ അധികം പോയ നായസും കുറച്ച് എൻ്റെ അപ്പനെ പോലുള്ള കുറച്ച് മുസ്ലിംസ്, അവരൊന്നും ഈ പണിക്ക് പോകില്ല.
പിന്നെ തെക്കുന്ന് കുടിയേറിയിട്ടുള്ള കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളുണ്ടായിരുന്നു. അവരും അവിടെ ലോക്കൽ കമ്മ്യൂണിസ്റ്റുകാർ മലമേഖല ഇത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് നിർത്താൻ പറ്റില്ല. പിന്നെ കുറച്ച് BJP-ക്കാരും ചെയ്തിരുന്നു ആ ഏരിയയിൽ അവിടെ. അപ്പോൾ ഇത് നിർത്താൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് അവിടെ പ്രധാനപ്പെട്ട പാർട്ടി വരല്ലേ. അപ്പോൾ 90s കൂടി അവിടെ പുതിയ ഈ പിണറായി വിജയൻ്റെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് വന്നു അവിടെ, ഇപ്പോഴുള്ള ലീഡർഷിപ്പ്. അപ്പോൾ അവർ തീരുമാനിച്ച് ഇനി തോന്നുന്നത് ശരിയാവില്ല. DYFI ക്യാമ്പയിൻ ഏറ്റെടുത്തു. അപ്പോൾ അവിടെ ഇല്ല, കാച്ചലും ഇല്ല, ഒരു സംഭവവും ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ പിണറായി വിജയൻ നോക്കുകൂലിക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. പക്ഷെ അന്നപ്പോൾ AITUC, INTUC മറ്റേ കാനത്തിൻ്റെ സംഘം, CPI-യുടെ സംഘമൊക്കെ പറയുന്നത്, സംഘിൻ്റെ മസ്തൂർ സംഘ് നഷ്ടപ്പെടുന്ന തൊഴിലവസരങ്ങൾക്കുള്ള എന്താണ് അതിന് പകരമായി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഞങ്ങൾ തൊഴിലവസരം നഷ്ടപ്പെടുകയാണ്, നിങ്ങൾ JCB കൊണ്ടുപോകുമ്പോൾ നമുക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പകരമാണ് നമ്മളിത് മേടിക്കുന്നത്. അവരതിന് സപ്പോർട്ട് ചെയ്യാണ്. ഇപ്പോൾ പിണറായി വിജയനെ മാറ്റാൻ ശ്രമിച്ചിട്ടും CIT-ക്കാർ ഒരു വിധം ഒതുങ്ങിയിട്ടുണ്ട്. അത് പിണറായിനെ പേടിച്ചിട്ടാണ്. പിണറായിക്ക് മോളെന്തായാലും നോക്കില്ലെന്ന് അവർക്കറിയാം. എങ്കിലും ഉണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ അടുത്ത് പലതും പൂട്ടിപ്പിച്ചതിന് പിന്നിൽ AITUC ആണ്. ഈ കൊല്ലത്ത് നിന്ന് 3-4 കേസുകൾ വന്നിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ പാർത്തൻ്റെ വേറൊരു കേസാണ്, അത് കണ്ണൂരിലെ രാഷ്ട്രീയ വൈരമാണ്. അത് വേറൊരു കേസാണ്. അത് പിന്നെ അതിന് പറഞ്ഞു. പക്ഷെ അതിപ്പോഴും മാറിയെന്ന് തോന്നുന്നു. പാർത്തൻ്റെ നിലപാടുകൾ, പാർത്തൻ വലിയൊരു രക്തസാക്ഷിയാണ് അക്കാര്യത്തിൽ. പിന്നെ പിണറായി വിജയൻ്റെ വേറെ കാര്യം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൊണ്ടുവന്നു, ഏകജാലകം കൊണ്ടുവന്നു. ഇപ്പം ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്നു ഈ സംഭവം. പക്ഷേ കോൺഗ്രസിനെ എഫിഷ്യൻ്റ് റൺ ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല. ഇത് പിണറായിനെ പേടിയുണ്ട്. അങ്ങനെ ആക്കേ പറ്റുള്ളൂ, മാറ്റങ്ങൾ കൊണ്ടുവരാൻ അങ്ങനെ ഒരാക്കേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ പോലെ വളരെ ജനാധിപത്യവാദിയായ ഒരാക്കാത്ര എളുപ്പം നല്ലത്. പേടി വേണം ആളുകൾക്ക്. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൊള്ളാൻ കേരളത്തിൽ. അതാണ് അവർ പറഞ്ഞത്, നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അപ്പം മോഡി തന്നെ ഇവർ പരസ്പരം പുറത്തടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ഭരണം ഏകോപനമൊക്കെ നടക്കുന്നുണ്ട്. അത് പിന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആശാവാക്കന്മാർ അത് ഒരു എന്നൊക്കെ അവരൊക്കെ പറയും. ഏകോപനം നന്നായി നടക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ കാര്യങ്ങൾ ഈസ് ഓഫ് ഡൂയിങ്, മോഡിയെ സംബന്ധിച്ചിടത്തോളം BJP ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഗുജറാത്ത് മോഡൽ, ആ മോഡലിൽ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ കേരള മോഡലിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വേണം. ഇത് എല്ലാ സ്ഥലത്തും അഴിമതി. ഒരു ദശാണി ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോയ മോഹൻലാലിൻ്റെ അവസ്ഥയായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അതിൻ്റെ ദശാണി ബിസ്ക്കറ്റ് കമ്പനി പിന്നെ കുഞ്ചാക്ക ബോബൻ പോളിടെക്നിക് എന്നുള്ള സിനിമയിൽ എടുത്തിരുന്നു. അയാൾ പോയ കഷ്ടപ്പെട്ടത് അത് രണ്ടാമത് ഓടിച്ചുകൊണ്ട് പോയത്. പക്ഷേ ഇപ്പം അങ്ങനെ ഇപ്പം ക്രൈസ് ബിസ്ക്കറ്റ് എന്ന് നിർത്തിപ്പോയൊരു ബിസിനസ് ഒരു കേരളത്തിൻ്റെ ബ്രാൻഡുണ്ട്, നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ ക്രൈസ് ബിസ്ക്കറ്റ്, അത് രണ്ടാമത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ മാറ്റം വരുന്നത്. അതാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അത് ഈ ഭൂതത്തിന് ആര് തുറന്നു വിട്ടോ അവർക്ക് ഇതിനെ അടയ്ക്കാൻ പറ്റുള്ളൂ. ഈ എക്സ്ട്രീം ട്രേഡ് യൂണിയൻസ് എന്ന ബോധത്തിൽ തുറന്നു വിട്ട കമ്മ്യൂണിസ്റ്റുകാരാണ്, അവർക്ക് അതിനെ അടയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് നിർമ്മല പറഞ്ഞത്. ബസ് ഇറങ്ങിയ ഒരാൾ കയ്യിലൊരു ലഗേജുമായിട്ട് ചിലപ്പോൾ തുണിത്തരങ്ങളൊക്കെ ആയിരിക്കാം, ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഉപയോഗ വസ്തുക്കളായിരിക്കും. ഇതുമായിട്ട് നടന്നു പോകുന്ന ആൾ അതിന് പോലും നോക്കുകൂലി വാങ്ങുന്ന ഒരു ലോകത്ത് ഇവിടെ മാത്രമുള്ള സമയമാണ് നോക്കുകൂലി, കേരളത്തിൽ മാത്രമുള്ള സമയമാണ്. അപ്പോൾ CIT-ക്കാർ വലിയ ഇതിനെ നിർത്തി. അത് വലിയ മഹാമാരായതുകൊണ്ട് നിർത്തിയൊന്നല്ല, പിണറായിനെ പേടിച്ചിട്ട് നിർത്തിയത്. പക്ഷേ മറ്റുള്ളവർ സമ്മതിക്കുന്നത് അപ്പോൾ കാനടിക്കാൻ നഷ്ടപ്പെടുന്ന തൊഴിലവസരങ്ങളുടെ പകരം കിട്ടുന്നതാണ്. അത് ബദൽ മാർഗങ്ങൾ തേടുന്നില്ല. അത് വേറെ പണി മേടിക്കാൻ എന്നല്ലാതെ എന്താ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇവിടെ ഒന്നും വരില്ല, നാട്ടുകാർ ബുദ്ധിമുട്ട്. ഇപ്പം തന്നെ പാർസൽ സർവീസൊക്കെ വന്നു. പാർസൽ സർവീസ് കൊണ്ടുവന്നാൽ ഇവർക്ക് കാശ് കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറണം, എങ്കിലും ഇവിടെ പുതിയ വ്യവസായങ്ങൾ വരുള്ളൂ, അല്ലെങ്കിൽ നശിച്ചു പോകും. അത് മാറ്റാൻ പിണറായിയെ പോലുള്ള ആൾക്കേ പറ്റുള്ളൂ. അത് ചെയ്യുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.